മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. നാട്ടിലെ ഉണർവ് കരവാളൂർ മെയ് 29, 30 തീയതികളിൽ വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം കോയിപ്പുറം ഓഡിറ്റോറിയം, കരവാളൂർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന സമയങ്ങളിൽ ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു ചെറിയ വിഷനായിരിക്കാം, അല്ലെങ്കിൽ സ്വപ്നത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ആയിരിക്കാം. ഏത് തന്നെയാണെങ്കിലും കർത്താവിനോട് സംസാരിക്കുന്ന ചെറുതും വലുതുമായ ഏത് കാര്യവും അതെൻ്റെ ലൈഫിനെ മാറ്റുവാനിടയായിത്തീരും. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശത്തെയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് കർത്താവ് എന്നോട് അറിയിക്കുന്നത്. അത് നിശ്ചയമായും എൻ്റെ ജീവിതത്തെ മാറ്റുവാനാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് ഒരു പുതിയ വഴിത്തിരിവിനെയാണ് കർത്താവ് തുറന്നു തരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ള ഓരോ വ്യക്തികൾക്കും മനസ്സിലാകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ അത് നിങ്ങളെ കൂടുതൽ ധൈര്യപ്പെടുത്തട്ടെ, ഉറപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് സംസാരിച്ച ഓരോ വാക്കുകളുടെയും ബലം നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായി ചലിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒന്നുറക്ക കരമുയർത്തി പറഞ്ഞ് സ്വപ്നങ്ങൾ. അടുത്തിരിക്കുന്ന ആളുടെ കൈയെടുത്ത് പറഞ്ഞ് ദർശനങ്ങൾ, വിഷനുകൾ. യാക്കോബിന് സ്വപ്നം കാണുക. ആ സ്വപ്നം എന്നതായിരുന്നു നിങ്ങൾക്ക് പറയാമോ? തന്നെ ഈ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനേക്കാൾ മുമ്പ് വലിയൊരു സമൃദ്ധിയിൽ വിശാലമാകുന്ന വിധത്തിൽ മടക്കിക്കൊണ്ടുവരും. അതായിരുന്നു ദർശനത്തിന്റെ പൂർത്തീകരണം. പക്ഷെ ദർശനം കണ്ട യാക്കോബിനോട് ചോദിക്കാം, യാക്കോബ് ഇപ്പം നീ എങ്ങനെയാണ് നിൽക്കുന്നത്? അവൻ പറയും, ഞാൻ ദർശനം കണ്ടിട്ടാണ് പോയത്, പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് 10 പ്രാവശ്യം പറ്റിക്കപ്പെട്ടിട്ടാ. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. നിങ്ങളിന്ന് കർത്താവ് പറഞ്ഞിട്ടാണ് മുന്നോട്ട് വന്നതെന്ന് നിങ്ങൾ പറയുകയും ഇപ്പോൾ പ്രശ്നത്തിലൂടെ പോകുന്നു എന്ന് പറയുകയും ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ ഒരു ചലഞ്ചായി എടുത്തോ. അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾ വരാൻ പോവാ. ഒന്ന് കൈ അടിച്ചു ആമേൻ പറ. നിങ്ങളുടെ മുമ്പിൽ 10 പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾ കണ്ട വിഷനുകൾ ആ 10 പ്രശ്നങ്ങളെയും മറികടക്കാൻ ശക്തിയുള്ളതാണ്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. നിങ്ങളുടെ മുമ്പിൽ 10 പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ. കുറച്ചും കൂടെ കയറി പറഞ്ഞ്, സ്വന്തം വീട്ടിൽ നിന്ന് താൻ പ്രശ്നം ഉണ്ടായിരിക്കുക, സ്വന്തം അമ്മായിപ്പൻ തന്നെ ചതിച്ചിരിക്കുകയാ, ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന ആളുകൾ തന്നെ വേദനിപ്പിച്ചിരിക്കുക. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നീ അതിൽ തളർന്നു പോകരുത്. നീ അതിനെ മറികടക്കാൻ പോവുകയാണ്. മറികടക്കുന്ന വിധം എന്ന് പറയുന്നത് നീ ഒരു കൂട്ടമല്ല ആകാൻ പോകുന്നത്, 2 കൂട്ടമാകാൻ പോകുകയാണ്. എവിടെങ്കിലും തളർന്നവരായി യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇന്ന് ഈ ഹോളിലോ കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, 6 കഷ്ടങ്ങളല്ല, 7 കഷ്ടമല്ല, 10 കഷ്ടവും നിന്നെ ഒന്നും ചെയ്യത്തില്ല. നിന്നെ തൊടാൻ അതിന് കഴിയത്തില്ല. ഈ പകൽ ചിലരുടെ സ്ഥിതികളെ മാറുന്നു. ഈ പകൽ ചിലരുടെ ആത്മീയ അനുഭവങ്ങൾ മാറുന്നു. ഈ പകൽ ചിലതിനെ ചിലർ നേടാൻ പോകുന്നു. ഞാൻ ഇനി പറയാൻ പോകുന്നത് വളരെ 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 ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, സ്വപ്നങ്ങൾ. ഒരു സ്വപ്നത്തിനെ ഒരു മനുഷ്യന്റെ ലൈഫിനെ മുഴുവൻ മാറ്റുവാനായി കഴിയും. കുറച്ചും കൂടെ കയറി പറയട്ടെ. ഒരു സ്വപ്നത്തിന് ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തിരിക്കാൻ പറ്റും.
എങ്കിൽ നിങ്ങളോടൊരു ദൂത് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ തിരിക്കാൻ പറ്റും. ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ എത്രത്തോളം കേട്ടെന്ന് അറിയത്തില്ല. ഈജിപ്റ്റ് രാജ്യത്തിനകത്ത് ഒരാൾ കണ്ട സ്വപ്നമാണ് ആ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ മുഴുവൻ നിയന്ത്രിച്ചത്. എങ്കിൽ നീ കാണുന്ന സ്വപ്നങ്ങൾ രാജ്യത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ നിയന്ത്രിക്കുവാൻ ശക്തിയുള്ളതാണ്, പ്രാപ്തിയുള്ളതാണ്. ഞാൻ തൊട്ട് താഴോട്ട് വരട്ടെ. നിന്റെ ജീവിതത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയെ മുഴുവൻ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളതാണ്. യാക്കോബേ, നീ 0 ആയിട്ടാ പോയേ, പക്ഷെ ഇപ്പൊ നീ മടങ്ങി വരുന്നത് 0 ആയിട്ടല്ല, ബഹുസമ്പന്നനായിട്ടാ. നിന്റെ അപ്പൻ തന്ന സമ്പത്തല്ല ഇപ്പൊ നിന്റെ കയ്യിലുള്ളത്. നിന്റെ കയ്യിലുള്ളത് നിനക്ക് ദൈവം തന്ന സമ്പത്താണ്. ഞാനൊരു ദൂത് ചിലരോട് പറയുക, നിന്റെ അപ്പന്റെ സമ്പത്തല്ല, നിന്റെ അമ്മയുടെ സമ്പത്തല്ല, നിന്റെ ഭാര്യ വീട്ടിലെ സമ്പത്തല്ല, നിനക്ക് ദൈവം തരുന്ന സമ്പത്തിനാൽ നീ മാനിക്കപ്പെടാനായി പോകുന്നു. നീ തന്നെ അനുഗ്രഹിക്കപ്പെടുന്നു എന്നതുകൊണ്ട് ദേശത്ത് നീ മാനിക്കപ്പെടാൻ പോകുന്നു. ഉറക്കെ പറയാ, സ്വപ്നങ്ങൾ. ഇരുന്നിട്ട് ഞാനൊരു വലിയ ആത്മീയ രഹസ്യം പറയാൻ പോവാ. ഞാൻ ഇന്ന് ഇത് തുടങ്ങുന്നത് അടുത്ത ആഴ്ചയും, എനിക്കറിയത്തില്ല അടുത്ത ആഴ്ച ഞാൻ പറയുമെന്ന്, പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചാട്ടെ. ഉറക്കെ പറഞ്ഞ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. നിങ്ങൾ എന്താ സ്വപ്നത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുള്ളത്? പറയോ? ദൈവം തരുന്ന, നമ്മൾ എന്തായാലും മറുപടി പറയുന്നത് ദൈവം തരുന്ന ആലോചന. ഞാനൊരു വ്യത്യസ്ത ഡെഫിനിഷൻ പറയട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഇടപെട്ടൊരു ഒരു വ്യത്യസ്ത ഡെഫിനിഷൻ പറയട്ടെ. ദൈവം സ്വർഗത്തിൽ ഫിക്സ് ചെയ്ത ചില കാര്യങ്ങൾ ഈ ഭൂമിയിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, എക്സിക്യൂട്ട് ചെയ്യേണ്ടതിനെ ചിലരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും. ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. സ്വർഗത്തിൽ സ്ഥിരമായ ചില പദ്ധതികളുണ്ട്. യാക്കോബിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ജോസഫിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, യേശുവിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, പോളിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയെ ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ദൈവം പോകുമ്പോൾ അത് ഒരു വ്യക്തിയിലേക്ക് വരുന്നതാണ് സ്വപ്നങ്ങളും ദർശനങ്ങളും എന്ന് പറയുന്നത്. കുറച്ച് കട്ടിയുള്ള വാക്കാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് അറിയത്തില്ല. മനസ്സിലാകുന്നവർ കൂടെ വാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ട് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. ദർശനങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. അത് ഈ ഭൂമിയിൽ നടപ്പാക്കണേക്കാൾ മുമ്പ്, എല്ലാവരും പറഞ്ഞേ, അപ്പൊ എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ഭൂമിയിൽ നടപ്പാക്കണേക്കാൾ മുമ്പ് ദൈവം നിന്നോട് ഷെയർ ചെയ്യുന്നതിനെയാണ് വാസ്തവത്തിൽ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും സ്വപ്നങ്ങൾ കാണുമ്പോൾ അതിനെ അതിന്റെ ഗൗരവത്തിൽ കാണാറില്ല. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്നലെ എന്തൊക്കെയോ സ്വപ്നം കണ്ടു, അങ്ങനെയല്ലേ പറയുന്നത്? അടുത്തിരിക്കുന്നിട്ട് തട്ടിയിട്ട് ചോദിച്ച്, അങ്ങനെയല്ലേ സാധാരണ പറയുന്നതെന്ന് ചോദിച്ച്, എന്തൊക്കെയോ രാത്രി കിടന്ന് കണ്ടു. സന്തോഷമുള്ളതാണെങ്കിലും പറയും എന്തൊക്കെയോ കണ്ടു. നല്ല സന്തോഷം ഇല്ലാത്തതാണെങ്കിൽ അതും തിരിച്ചു പറയും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നു അത് സ്വർഗത്തിന്റെ പദ്ധതിയെ ഈ ഭൂമിയിൽ മനസ്സിലാക്കി ഭൂമിയിൽ നടപ്പാക്കേണ്ടതിന് നിനക്ക് അവൻ പറഞ്ഞു തന്നതാണ്? നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഞാനൊരു ദൂത് പറയട്ടെ സഭയോട്, എന്നെ കേൾക്കുന്ന ജനത്തോട്, യൂട്യൂബിൽ കാണുന്നവരോട് ദൂത് പറയട്ടെ. സ്വപ്നം കാണുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. വിഷൻ കാണുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. നിങ്ങൾ അടുത്ത ദൂത് ശ്രദ്ധിച്ചോണം. ഡേറ്റും പേരും സ്ഥലവും വ്യക്തമായി കാണുന്ന വിധത്തിൽ സ്വപ്നങ്ങൾ കാണാൻ പോകുന്നു. അത് 10 വർഷം കഴിഞ്ഞ് നടക്കുന്ന കാര്യമല്ല. ഈ ജനുവരി 28 ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ
അടുത്ത ജനുവരി 4 മുമ്പ് നിങ്ങൾ ചിലരത് കാണാൻ പോകുക. Are you ready to receive it? Come on. Amen. അപ്പൊ അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, ഏതു സ്വപ്നവും ഏതു ദർശനവും ദൈവിക പദ്ധതിയെ ഈ ഭൂമിയിൽ നടപ്പാക്കണേക്കാൾ മുമ്പ് ദൈവം ആഗ്രഹിക്കുന്നവരോട് ദൈവം പങ്കുവെക്കുന്നതാണ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതിയെ പങ്കുവെക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടയാളാ നീ. You are so valuable. You are chosen. You are valuable. സ്വപ്നം കണ്ടു എന്നല്ല പറയേണ്ടത്. സ്വപ്നം കണ്ടു എന്നല്ല പറയേണ്ടത്. ദൈവത്തിന്റെ പദ്ധതി ദൈവം എന്നോട് പങ്കുവെക്കാൻ തയ്യാറായി. ഓ, അപ്പൊ ബ്രദറെ, നെഗറ്റീവായ സ്വപ്നങ്ങൾ കാണുന്നതോ ശ്രദ്ധിക്കേ. നീ ദൈവത്തിന് വളരെ പ്രീഷ്യസ് ആണ് എന്ന് പറഞ്ഞേ. നീ ദൈവത്തിന് വളരെ വാല്യുബിൾ ആണ്. നിനക്ക് നേരെ എഴുന്നേറ്റിരിക്കുന്ന ശത്രുവിനെ അവൻ മനസ്സിലാക്കി തരുന്നതാണ് നെഗറ്റീവ് സ്വപ്നങ്ങൾ. പഠിത്തിരിക്കുന്നവരോട് നെഗറ്റീവ് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? നീ ദൈവത്തിന് എന്താണ്? വളരെ വാല്യുബിൾ ആണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി സോളി ഒരു സ്വപ്നം കണ്ടു. നമുക്കെതിരെ ഒത്തിരി ആളുകൾ പ്രതിസന്ധികളായി എഴുന്നേറ്റ് വരുന്നു. സോളി കാണുക, നമ്മൾ പബ്ലിക് മീറ്റിങ്ങുകൾ നടത്തുന്നു. ആ പബ്ലിക് മീറ്റിംഗിന് നടുവിൽ ഒത്തിരി എതിർപ്പുകൾ എഴുന്നേൽക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ സോളി വേറൊരു കാര്യം കൂടെ കണ്ടു. ആ എതിർപ്പുകൾ വരുന്ന ശക്തമാണെങ്കിലും മീറ്റിങ്ങുകൾ നടന്നു പോയിക്കൊണ്ടിരിക്കുവോ. ഞാൻ എൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യട്ടെ. മീറ്റിങ്ങുകൾക്കെതിരെ വരുന്ന എതിർപ്പുകൾ വാളായിട്ട് വേദവസം വിളിക്കുന്നേ, പക്ഷേ തീ അതിനെ ദഹിപ്പിച്ചു കളയും. തീ അതിനെ ദഹിപ്പിച്ചു കളയും. എതിർപ്പുകൾ വന്നില്ലെങ്കിൽ നമ്മൾ ഒന്നും ഈ ലോകത്ത് ചെയ്യുന്നില്ലെന്ന അർത്ഥം. എനിക്ക് ഇന്ന് രാവിലെ സോളി എന്നോട് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത്, God is revealing. Yes. God is revealing something going to against you. But don't fear. Do not look at that. Don't look at that. Don't be fearful. Just overcome it. Because you are an overcomer. അതിനെ just മറികടന്നാട്ടെ. നീ താഴോട്ടല്ല പോകാൻ പോകുന്നേ. സ്വപ്നങ്ങൾ നെഗറ്റീവായി കാണുമ്പോ അതിനെ പോസിറ്റീവായി കാണുന്നവരാ സക്സസ് എന്ന് പറയുന്നത്. മെലിഞ്ഞ പശു പറഞ്ഞേ, മെലിഞ്ഞ പശു തടിച്ച പശുവിനെ വിഴുങ്ങി. മെലിഞ്ഞ പശു തടിച്ച പശുവിനെ വിഴുങ്ങി. പക്ഷെ ആ സ്വപ്നം ദോഷമായിട്ട് വേണ്ടിയിട്ടായിരുന്നില്ല, പ്രീപ്ലാൻ ആയിരുന്നു. അത് ഇസ്രായേൽ ജനത്തിനോ മിസ്രൈം ജനത്തിനോ വല്ല ദോഷമായോ? നിങ്ങൾ പറ. അവിടെ ഇരുന്ന് ഒരാൾക്കും ദോഷമായില്ല. അതിനു പകരം സ്വപ്നം കണ്ടവർക്ക് അത് അനുഗ്രഹമായി. മെലിഞ്ഞ പശു വലിയ പശുവിനെ വിഴുങ്ങട്ടെ, പക്ഷെ സ്വപ്നം കണ്ടവനെ അതൊരു അനുഗ്രഹമാ, തോൽവിയല്ല. കണ്ടത് നെഗറ്റീവ് അല്ലേ? ചോദിച്ച കണ്ടത് നെഗറ്റീവ് അല്ലേ? പോസിറ്റീവ് ആണോ? പക്ഷെ ആരെങ്കിലും പരാജയപ്പെട്ട ഇസ്രായേൽ ജനത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലും പരാജയപ്പെട്ട മിസ്രൈമിലെ ജനത്തിനെ നിങ്ങൾ കണ്ടോ? നോ. അതിന് പകരം ഗോഷോൻ ദേശത്തേക്ക് അവർക്കൊരു ട്രാൻസ്ഫർ കിട്ടി. ഒരു നല്ല ഹല്ലേലൂയ പറ. മിസ്രൈമിലെ സകല മഹത്വത്തോടെ ഇസ്രായേൽ ഗോഷോൻ സ്ഥലത്തേക്ക് കടന്നു വന്നു. എത്ര വലിയ നെഗറ്റീവ് സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് സംഭവിക്കാൻ പോകുന്നതിനെ കാണുന്നവർക്കായി സ്തോത്രം. അപ്പൊ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അപ്പൊ സ്വർഗത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് എന്തുവാ? സ്വർഗത്തിലെ പദ്ധതി. എല്ലാവരും പറഞ്ഞേ, സ്വർഗത്തിലെ പ്ലാൻ ഈ ഭൂമിയിൽ എക്സിക്യൂട്ട് ചെയ്യണേക്കാൾ മുമ്പ് ദൈവം ഒരാളോട് പങ്കുവെക്കും. അത് അല്ല പുള്ളി ചെയ്യത്തില്ല. ആമോസ് 3:7 തന്റെ പ്രവാചകന്മാരോട് പറയാതെ ദൈവം അത് ചെയ്യത്തില്ല. അടുത്തിരിക്കുന്നവരോട് പറ, നിന്നോട് പറയാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലയോ? അതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അതിനും കൈ അടിച്ചില്ല, ആമേൻ പറഞ്ഞില്ല. അബ്രഹാമേ, നിന്നോട് പറയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോ? ചെയ്യത്തില്ല.
ഒന്ന് പറയോ, എന്നോട് ദൈവം പറയാതെ എന്റെ വീട്ടിൽ ഒന്നും ചെയ്യത്തില്ല. ഒന്ന് കൈയടിക്കാത്ത എന്താ, ആമേൻ പറയാത്ത എന്താ? സോളി അടുത്ത് വന്നേ, അടുത്തിരിക്കുന്ന ആളെ കൈ എടുത്തിട്ട് പറ, ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. പറ, ഒന്ന് രണ്ട് പേരോട് പറ, ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. എഴുന്നേറ്റ് വന്ന് അടുത്തിരിക്കുന്ന രണ്ടുപേരുടെ കൈ കൊടുത്തിട്ട് പറ, ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. ആ അളവിലേക്ക് വാ, ആ സ്ഥലത്തേക്ക് വാ. എന്നോട് പറയാതെ ഒന്നും ചെയ്യത്തില്ല തിരുവനന്തപുരത്തൊന്ന് പറയുന്ന ആ സ്റ്റാൻഡേർഡിലേക്ക് വാ. താഴോട്ട് വരാതെ അവിടേക്ക് വാ. പറ, എന്റെ വീട്ടിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ അന്ന് തലേ രാത്രി ഞാൻ സ്വപ്നം കാണും. പറ, സഭയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ആ തലേ രാത്രി ഞാൻ സ്വപ്നം കാണും. പറ, വാ തുറക്ക. അല്ലാതെ ഒരു പുതിയ സാധനമായിട്ട് പിശാചിന് എന്റെ അടുക്കലേക്ക് വരാനൊക്കത്തില്ല. ഞാൻ നിങ്ങളെ തിരിക്കുക, നിങ്ങളുടെ മൈൻഡിനെ തിരിക്കുക. എല്ലാവരും തലയിലോട്ട് കൈവച്ചിട്ട് അന്യഭാഷയിൽ സ്തുതിച്ച് ഈ സീസണിന്റെ പ്രത്യേകത ഞാൻ ജനത്തോട് പറയുക. ഇനി എന്നെ നോക്കിക്കേ, നിങ്ങൾ കണ്ണു തുറന്ന്. ഈ സീസണിന്റെ പ്രത്യേകത, ഇനിയുള്ള നാളുകൾ ഈ ഭൂമിയിൽ എന്ത് നടക്കുന്നതും ദൈവമക്കൾ അറിഞ്ഞേ നടക്കത്തുള്ളൂ. We are in that season. ഒരു ശുശ്രൂഷകനോ ഒരു ദൈവവൃത്തിനോ അതിന്റെ ഇടയിൽ വേണ്ട. ദൈവമക്കൾ എല്ലാവരും ഉപദേശം പ്രാപിക്കും. You are going to be like that. ഹല്ലേലൂയ. ഐ മീൻ, എന്താണോ കർത്താവ് ഭൂമിയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന പ്രദേശത്ത്, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളായിരിക്കുന്ന സഭയിൽ ചെയ്തെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്, അത് പങ്കുവെക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. ഐ മീൻ, അതുകൊണ്ടാണ് അവൻ്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിലെത്തുന്നത്. അതുകൊണ്ടാണ് അവൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. സോ യു ആർ സോ വാല്യുബിൾ. ഐ മീൻ, നിങ്ങൾ വിലപ്പെട്ടവരാണ്. ഐ മീൻ, നിങ്ങൾ കർത്താവിന് മുമ്പിൽ, ഐ മീൻ, അവൻ നിങ്ങളെ, ഐ മീൻ, ഒത്തിരി പ്രഷ്യസ് ആയിട്ടാണ് കാണുന്നത്, ഒത്തിരി വാല്യുബിളായിട്ടാണ് കാണുന്നത്. ഐ മീൻ, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, ഈ ബ്രദറിന്റെ പേര് വിശ്വരൂപൻ എന്നാണ്. കായംകുളം എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കർത്താവ് ചെയ്ത 3 വലിയൊരു സൗഖ്യവുമായിട്ടാണ് ഇന്ന് പകൽക്കാലത്ത് ഈ ബ്രദർ നിൽക്കുന്നത്. ഒന്നാമതായി, ഇവിടെ ചർച്ചിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമായിട്ട് മകന് ഗൾഫിൽ ജോലി ലഭിക്കുവാനായിട്ട് ഇടയായി. രണ്ടാമത്, ഇളയ മകൾക്ക് നേഴ്സിംഗിന് പഠിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയും എന്നാൽ അതിനു വേണ്ടുന്ന സാമ്പത്തിക വഴികളില്ലാതെ വേണം ഇവര് വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് ചർച്ചിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിക്കുകയും അങ്ങനെ ആ മകൾക്ക് ആ സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടി. മൂന്നാമതെന്ന് പറയുന്നത്, ഇദ്ദേഹം ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുവാനായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കാലിന് ആക്സിഡന്റ് പറ്റി ഒടിവ് ഇരിക്കുന്ന കാലായിരുന്നു. അപ്പൊ 2 കുട്ടികൾ സൈക്കിൾ കൊണ്ടുവന്ന് കാലിനകത്ത് ഇടിക്കുകയും കൊച്ചുങ്ങൾ സൈക്കിൾ കൊണ്ട് ഇടിച്ചു. ഞാൻ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ 2 പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കയ്യിൽ സാധനമുണ്ട്, റോഡ് ക്രോസ് ചെയ്ത കടയിലേക്ക് സാധനം കൊണ്ടുപോയി. അപ്പം ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഇവർ 2 പേരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒറ്റയടി എൻ്റെ ഇടിച്ചു, സൈക്കിൾ ഇടിച്ചു. അതേ തുടർന്ന് ഭയങ്കര വേദനയായിരുന്നു. കാല് മടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാൻ. ഞാൻ പറഞ്ഞ ആശുപത്രി ഒന്നും പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് കസാര ഇട്ടിരുന്ന് പിന്നെ ഞാൻ കടയിൽ ചെന്ന് കാല് കൈവച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ട് കിടക്കുമ്പോൾ ഒന്നും കൂടി പ്രാർത്ഥിച്ച് രാവിലെ ആകുമ്പോൾ ഒരു വേദനയും ഇല്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആ വിശ്വാസത്തിന് നന്ദി പറഞ്ഞു. കർത്താവിനെ താങ്ക് യു വെരി മച്ച്. മകളുടെ പേര് ലാവണ്യ എന്നാണ്. പരവൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. സെപ്റ്റംബർ മാസം മർക്കസ് സൺഡേയില് ബ്രദർ ഇവളെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി. എനിക്ക് ഓർമ്മയുണ്ട് ചെറുതായിട്ട് ഇവളെ വിളിച്ച് പ്രാർത്ഥിച്ചത്. ഇടത് കണ്ണിന് മങ്ങലും പഠിക്കുവാൻ കഴിയാതെ വണ്ണം ഭയങ്കര ഭാരത്തിലും പിന്നെ അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രദർ വിളിച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നിമിഷത്തിൽ തന്നെ അവൾക്ക് സൗഖ്യം കർത്താവ് കൊടുക്കാൻ. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ലാവണ്യ, നീ പറഞ്ഞേ, നീ എത്രയിലാ പഠിക്കുന്നേ? എന്തുവായിരുന്നു എന്റെ കണ്ണിന്റെ പ്രയാസം? മൈഗ്രെയിൻ വരുമായിരുന്നു, മുകളിൽ ഒരു കണ്ണിന് മംഗലം ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടും ഇല്ല.
അലർജി മാറിപ്പോയി. ലാവണ്യ കർത്താവ് തൊട്ടു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സന്തോഷം. അതോടൊപ്പം തന്നെ ബ്രദറെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ലാവണ്യയുടെ അമ്മയാണത്. ഓക്കെ. കഴിഞ്ഞ സൺഡേയിൽ ഇവിടെ ഇങ്ങനെ സോളി സിസ്റ്റർ നിന്നിട്ട് പറഞ്ഞു, നടുവിന് വേദന ഉള്ളവര് വിശ്വാസത്താൽ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അനേകം നാളുകളായി സിസ്റ്ററിന് നടുവിന് ഡിസ്കിന് പ്രോബ്ലമായിട്ട് ഇരിക്കുമായിരുന്നു. വിശ്വാസത്താൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ ആ നടുവിന്റെ കൈയടിച്ചു കർത്താവിനെ സ്തുതിക്കാം. ഡിസ്കിന് പ്രശ്നം ഉണ്ടായിരുന്നു സിസ്റ്ററിനെ? പ്രശ്നമുണ്ടായിരുന്നു. എനിക്ക് നിവർന്ന് കിടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ വന്നപ്പം സോളി സിസ്റ്റർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാനും കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ ചെന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. സിസ്റ്റർ ജോലി ചെയ്ത സ്കൂളിൽ തന്നെ അവരെ വിളിച്ച് സിസ്റ്ററിന് ജോലി കൊടുക്കുവാനായിട്ട് ഇടയായെന്നാണ് പറയുന്നത്. ജോലി ചെയ്യുന്ന സ്കൂളിൽ വീണ്ടും ജോലി കൊടുത്തു. ഇദ്ദേഹം വേണ്ട എന്ന് വെക്കുവാനായിട്ട് ഇടയായി. ജോലി വേണ്ടാന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കളഞ്ഞിട്ട് ഇനി പോരുന്നായിരുന്നു. അപ്പോൾ പോരുന്നതിന് ശേഷം പിന്നെ എനിക്ക് ഗവൺമെൻറ് സ്കൂളിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയില്ല. ഞാൻ പിന്നെ കുറേ പ്രയാസങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രതിസന്ധി വന്നതിൻ്റെ നടുവിലിരുന്ന് ഞാൻ പറയുന്നതൊന്നും ആരും കേൾക്കാത്ത രീതിയിൽ ഭയങ്കര വിഷമങ്ങളായി ഞാൻ ഇരുന്നെന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രതിസന്ധിയിൽ ഇടയ്ക്ക് വെച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ കർത്താവിനോട് മുട്ടുകുത്തിയിട്ട് ഞാൻ കരഞ്ഞു, കർത്താവ് എൻ്റെ സങ്കടം നീയെങ്കിലും ഒന്ന് ഇറങ്ങി വന്ന് കേട്ട് എനിക്ക് വേണ്ടി ഈ സാമ്പത്തികത്തിനൊരു വഴിയൊരുക്കി തരണേന്ന് പറഞ്ഞ് എന്നെ ഈ വീട്ടിനകത്തുനിന്ന് എനിക്കൊന്ന് പുറത്തിറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനായി പോകുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് കറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ 4 വർഷമായിട്ട് എന്നെ വിളിക്കാത്ത ഒരു ടീച്ചർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച്, നീ എന്തൊടുക്കുവാണ്, വെറുതെ ഇരിക്കുകയാണെന്ന് ചോദിച്ചു. ഞാൻ തന്നെ അപ്പോഴും പറഞ്ഞു 3 മാസത്തെ വേക്കൻസി ഉണ്ട്, ഞാൻ HMൻ്റെ നമ്പർ തരാം വരണേന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ HMനെ വിളിച്ച് അപ്പോൾ ചെന്നുടനെ തന്നെ അവിടെ ഇച്ചിരി പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയും തരത്തില്ല എന്നുള്ള പ്രതിസന്ധി വേറൊരു ടീച്ചേഴ്സൊക്കെ നടത്തിയെങ്കിലും കർത്താവിൻ്റെ കൃപയായിട്ട് അവിടെ എനിക്ക് 3 മാസത്തേക്ക് ജോലി ചെയ്തു. കർത്താവ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നീ തരുന്ന ദൈവമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ രാമേൻ പറഞ്ഞ് ചോദിക്കുന്നത് നൽകുന്ന ദൈവമാണ്. നിന്റെ മകൾ ആഗ്രഹിച്ച ഗവൺമെന്റ് ജോലി നിന്റെ മകൾക്ക് ലഭിക്കട്ടെ. ഒരു നല്ല ആമേൻ പറ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ജൂൺ 19 രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളം ജൂൺ 20 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം കോട്ടയത്ത് ജൂൺ 26 രാവിലെ 10:30 മുതൽ. സ്ഥലം മാമൻ മാപ്പിള ഹാൾ, കോട്ടയം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂൺ 27 രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയാം. അവൻ ഇന്നും ജീവിക്കുന്നു. എൻ്റെ ലൈഫിലും നിങ്ങളുടെ ലൈഫിലും അവൻ അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ മീൻ ദൈവത്തെ കൂടാതെ ഒരു ദിവസം എനിക്കത് ഓർക്കാൻ പോലും കഴിയത്തില്ല. കർത്താവിൻ്റെ അത്ഭുതങ്ങളില്ലാത്തൊരു ദിവസം പോലും നിങ്ങളുടെ ലൈഫിലുണ്ടാകരുത്. അവൻ നിൻ്റെ സമീപമുണ്ട്. അവനോടൊപ്പമായിരുന്നാട്ടെ, അവനോട് ചേർന്നായിരുന്നാട്ടെ. ഓരോ പ്രഭാതത്തിലും ആ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഈ സുവിശേഷം കേൾക്കുന്ന, കർത്താവിനെ കേൾക്കുന്ന ഒരു വ്യക്തി ആണ് നിങ്ങളെങ്കിൽ നിശ്ചയമായും ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഉദ്ദേശം കൂടാതെ നിങ്ങൾ ഇന്നിത് കേട്ടിട്ടില്ല. നിങ്ങളുടെ ജീവിതത്തോട് അവൻ സംസാരിക്കുന്നു. നിങ്ങളുടെ ലൈഫിനോട് അവൻ സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തോട് അവൻ സംസാരിക്കുന്നു. അവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും വീടുകളിലും ആ ദൈവിക അനുഭവം ചലിക്കട്ടെ അപ്പാ. ദൈവിക അനുഭവം ചലിക്കട്ടെ അപ്പാ. കർത്താവ്, ഇവരോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളും ഇവരുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ അപ്പാ. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ഇവർ ആയിത്തീരട്ടെ അപ്പാ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ ദിവസവും ഇവർ കാണട്ടെ അപ്പാ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി. യാക്കോബിന് കൊടുത്ത സ്വപ്നം പോലെ
ചില തകർച്ചയിലായിരിക്കുന്നവർ, ബിസിനസ്സിൽ തകർന്നു പോയവരോട് ഇന്ന് കർത്താവ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിനെ അവൻ പണിയുവാൻ ആഗ്രഹിക്കുന്നു. ചെയ്ത കാര്യങ്ങളെല്ലാം തകർന്നു പോയി. അതിലൊരു തൃപ്തിയുമില്ല, ഒരു സന്തോഷവുമില്ല. തിരിച്ചു കിട്ടിയ പ്രതിഫലങ്ങളൊന്നും തനിക്ക് ചേരുന്നതല്ല. പക്ഷെ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു, ദൈവം നിങ്ങളോട് ഇടപെടുന്നു. അവൻ നിങ്ങളുടെ ലൈഫിനെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യം കേൾക്കാം. പിറുപിറുപ്പുള്ള വായോടുകൂടി ആയിരിക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് പല അത്ഭുതങ്ങളും അനുഭവിച്ചു, പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായി. പക്ഷേ വായിൽ നിന്ന് നന്ദിയുള്ള വാക്കുകളല്ല, പെറുപെറുപ്പാണ് ഇപ്പോഴും ആയിരിക്കുന്നത്. നന്ദിയുള്ള വാക്കുകളല്ല, പെറുപെറുപ്പാണ് ഇപ്പോഴും ആയിരിക്കുന്നത്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ കർത്താവ് ഇടപെടുന്നു. കർത്താവേ, നിൻ്റെ കൃപയ്ക്കായി സ്തോത്രമപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദിയപ്പാ. കർത്താവേ, കുടുംബങ്ങളെ തൊട്ടതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇവരുടെ ലൈഫ് മാറട്ടെ അപ്പാ. ഹല്ലേലൂയ അപ്പാ. ജീവിതം മാറട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ. എല്ലാവിധമായ സന്തോഷവും ഉയർച്ചയും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമീൻ.